ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് പാൽപ്പൊടി വെച്ചിട്ട് എങ്ങനെ കണ്ടൻസ്ഡ് മിൽക്ക് എളുപ്പത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ആദ്യം ഒന്ന് പഞ്ചസാര പൊടിച്ചെടുക്കണം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കാൻ നോക്കുക. അപ്പോൾ ഇതാ പഞ്ചസാര പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇടണം. ഇതാ പൊടിച്ചെടുത്ത പഞ്ചസാരയിലേക്ക് ഇനി ഇടുന്നത് 1 കപ്പ് പാൽപ്പൊടിയാണ്. 1/2 കപ്പ് പഞ്ചസാരയിലേക്ക് 1 കപ്പ് പാൽപ്പൊടി. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ അല്ലെങ്കിൽ ബട്ടർ ഇട്ട് കൊടുക്കുക. ഗീൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 കപ്പ് പാൽപ്പൊടിക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും ചെറിയ ചൂടുള്ള വെള്ളമാണ് ഇട്ടെടുക്കുന്നത്. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം ഇത് തുറന്ന് നോക്കുമ്പം ഇത് കുറച്ച് ടൈറ്റായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊരു 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. 1-2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൺസിസ്റ്റൻസി ഓക്കെ അല്ല, നന്ന ടൈറ്റായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ 1/2 കപ്പ് ചൂടുവെള്ളം കറക്റ്റ് അളവാണ്. അപ്പോൾ ഇതാ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യാൻ വെക്കുക. ഇതിപ്പം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ബാക്കിയുണ്ടെങ്കിൽ ഇത് കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടാക്കാനും വേണ്ടിയിട്ട്. അപ്പം വീട്ടിൽ പാൽപ്പൊടിയെല്ലാം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കുക. കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആവശ്യം വരുമ്പം ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയാൽ തന്നെ കണ്ടൻസ്ഡ് മിൽക്ക് റെഡിയായി. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഏകദേശം അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കിക്കോ, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുപോലത്തെ റെസിപ്പി വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പി വീഡിയോസുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.